അപ്പോൾ ഇതാണ് തീൻ ദർവാസ അല്ലെങ്കിൽ ലാൽ ദർവാസ ഒക്കെ എന്നറിയപ്പെടുന്ന ഷോപ്പിംഗ് മേഖല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ വീണ്ടും അഹമ്മദാബാദിൽ തന്നെ തിരിച്ചെത്തി കേട്ടോ. ഇന്ന് രാവിലെയാണ് തിരിച്ചെത്തിയത്. നമ്മൾ അഹമ്മദാബാദിൽ നിന്നാണ് യാത്രകൾ തുടങ്ങി. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് കുറേ വീഡിയോകൾ നമ്മൾ ഇട്ടിരുന്നു. ആ വീഡിയോകളൊക്കെ കാണാത്തവർ കാണണം. അതിനുശേഷം നമ്മൾ രാജസ്ഥാനിൽ ജോധ്പൂർ, ജയ്പൂർ, ബിക്കാനീർ, അജ്മീറൊക്കെ പോയി. അതിൻ്റെ വീഡിയോകളും ഇട്ടിട്ടുണ്ട്. ആ വീഡിയോകളും കാണണം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രണ്ടാമത് അഹമ്മദാബാദിൽ വന്നതിന് ശേഷം ഗാന്ധിനഗർ, തലസ്ഥാനമായ ഗാന്ധിനഗറുള്ള അക്ഷർധാം ക്ഷേത്രം കാണാൻ പോയിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അക്ഷർധാം ടെമ്പിളിനകത്ത് യാതൊരു തരത്തിലുള്ള വീഡിയോ, ഫോട്ടോഗ്രാഫി ഒന്നും അനുവദിക്കാത്തില്ല. അതിനകത്തേക്ക് ക്യാമറ പോലൊരു ഒരു സാധനം കയറ്റിവിടാത്തതുകൊണ്ട് തന്നെ അതിനകത്തുള്ള വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ വീഡിയോ ഈ വീഡിയോയിലില്ല. പകരം അഹമ്മദാബാദിലെ ഏറ്റവും പ്രശസ്തവുമായതും ഏറ്റവും തിരക്കേറിയതുമായ ഷോപ്പിംഗ് മേഖല, ഒരു മാർക്കറ്റിംഗ് ഏരിയയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. ലാൽ ദർവാസ എന്നും തീൻ ദർവാസ എന്നൊക്കെ പേരുകളുള്ള ഈ ഒരു മാർക്കറ്റിംഗ് ഏരിയയ്ക്കുള്ളിലേക്കാണ് നമ്മളിവിടെ പ്രവേശിക്കുന്നത്. ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്. ഈ ഫോർട്ടിൻ്റെ ഒരു സൈഡിലൂടെയാണ് ഇതിൻ്റെ ഭാഗം വന്നത്. ഇതിൻ്റെ ചുറ്റുഭാഗം മതിലുകളാണ്. അത് നമുക്ക് ഇങ്ങനെ പോയാൽ നമുക്ക് മനസ്സിലായത് ഒരു മതിൽ കെട്ടിനകത്തുള്ള ഒരു മാർക്കറ്റിംഗ് ഏരിയയാണ് ഈ ലാൽ ദർവാസ. സിറ്റിയുടെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് പല വിധത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ലാൽ ദർവാസ അല്ലെങ്കിൽ തീൻ ദർവാസ എന്ന് പറയുന്ന ഈ പുരാന മാർക്കറ്റിൻ്റെ തനിമ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ഇതൊരു ഹെറിറ്റേജ് സിറ്റിയാക്കി മാറ്റുകയാണ് ഇപ്പോഴുള്ള സർക്കാരുകളൊക്കെ ചെയ്യുന്നത്. തുണിത്തരങ്ങൾ, പുസ്തകങ്ങൾ, കരകൗശല വസ്തുക്കൾ, പാത്രങ്ങൾ, വാലറ്റുകൾ, പലഹാരങ്ങൾ, ഭക്ഷണങ്ങൾ, പണിയായുധങ്ങൾ അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം ഈ മാർക്കറ്റിനകത്ത് ലഭ്യമാണ്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ നിങ്ങൾ ലാൽ ദർവാസയിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. ഇവിടെ ലഭ്യമാകാത്ത ഒന്നുമില്ല. പക്ഷേ നല്ല ബാർഗെയിനിങ് കപ്പാസിറ്റി വേണം. നന്നായി വില പേശുന്നവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. ചനിയ ചോളികളും നല്ല കളർഫുള്ളായ ദുപ്പട്ടകളും അങ്ങനെ തുടങ്ങി വസ്ത്രങ്ങളുടെ ഒരു ശേഖരം. ഒരു ഭാഗം ഫുള്ള് വസ്ത്രങ്ങളാണ്. ഈ ഭാഗങ്ങളൊക്കെ കണ്ടോ, പലവിധ പ്രൈസ് ബാൻഡുകളൊക്കെ ഇട്ടുണ്ട്. ഒക്കെ ഫിക്സഡ് റേറ്റ് ആണെന്ന് പറയും, പക്ഷേ ശരിക്കും വില പേശിയാൽ നമുക്ക് വില കുറച്ച് കിട്ടും. തീൻ ദർവാസ എന്ന് ഇതിനെക്കുറിച്ച് പറയുന്നത് കണ്ടോ, ഇത് ഈ ഒരു മോണുമെൻ്റ് കണ്ടോ, തീൻ ദർവാസ, മൂന്ന് ദർവാസ എന്ന് പറഞ്ഞാൽ വാതിൽ, ജനൽ ഒക്കെ പറയാം. ഈ അഹമ്മദാബാദ് നഗരത്തിൻ്റെ ഒരു കവാടമായിട്ട്, പഴയ അഹമ്മദാബാദ് നഗരത്തിൻ്റെ കവാടമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് ഈ ഒരു മോണുമെൻറ്റ്. ഇത് 1411 അഹമ്മദ് ഷാ രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം. നമുക്കിതിൽ കൂടുതൽ ചരിത്രങ്ങളൊന്നും പറയാനില്ല. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളിന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. ഒരു ഉത്സവപ്പറമ്പിൽ എന്ന പോലെയുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ലാൽ ദർവാസ ഈ മാർക്കറ്റിനകത്ത് ഇറങ്ങിയാൽ കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ നാളെ പുലർച്ചെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു ചെറിയ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ ജാമി മസ്ജിദിൻ്റെ അടുത്തെത്തി കേട്ടോ. ജാമി മസ്ജിദിൻ്റെ മിനാരങ്ങളാണ് അവിടെ മുകളിൽ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു ജാമി മസ്ജിദ്. ആ വീഡിയോ കാണാത്തവർ കാണണം. ഓക്കെ, അങ്ങനെ വീണ്ടും നമ്മൾ കൊങ്കണിൻ്റെ പച്ചപ്പും മനോഹാരിതയിലേക്ക് നമ്മൾ ട്രെയിൻ യാത്രയിലാണ്. ഞങ്ങൾ ഇന്ന് പുലർച്ചെയാണ് അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഒരു സീരിയസ് യാത്ര ഏതാണ്ട് 10-12 ദിവസത്തെ യാത്രയാണ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. കൊങ്കൺ വഴിയുള്ള യാത്ര കാണിച്ചുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ആരംഭിച്ചത്. വീണ്ടും ഇതേ കൊങ്കണിലെ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത യാത്രയുമായി വീണ്ടും ഉടനെ തന്നെ കാണാം. താങ്ക് യു, ബൈ ബൈ.